ഹായ് കൂട്ടുകാരെ, ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഈ ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് PN പണിക്കരുടെ മഹത്തായ സന്ദേശമാണ്. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടാവരുതെന്ന് ഒട്ടേറെ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത മഹാമനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ വായനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുഹൃത്തുക്കളായി സമയം ചെലവഴിക്കുന്നത് ആസ്വദിക്കാത്തവരായി ആരുമില്ലല്ലോ. പുസ്തകങ്ങൾ അതുപോലെയാണ്. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും വിശ്വസ്തരുമാണവർ. അത്തരം സുഹൃത്തുക്കളുമായി ചുറ്റിക്കറങ്ങുന്നത് ഒരിക്കലും തെറ്റിലേക്ക് നയിക്കില്ല. മാത്രമല്ല, വിവേകത്തോട് ചിന്തിക്കാൻ പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വരും തലമുറയെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്കും കൈകൾ കോർത്ത് മുന്നേറാം. ഏവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വായിച്ച് വിവേകത്തോടെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.